This video is sponsored by Car Care, the ultimate car detailer since 2000. Aston Martin's തന്നെ one of the legend hyper car ആണ് വാൽക്കറി. എന്തായാലും അങ്ങനെ വെറുതെ ഒന്നും ഒരു കാർ ലെജൻഡ് ആണെന്ന് പറയില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് വാൽക്കറി ഹൈപ്പർ കാർ സെഗ്മെന്റിൽ തന്നെ ഒരു ലെജൻഡ് ആയെന്ന് നമുക്ക് നോക്കാം. ആസ്റ്റൺ മാർട്ടിനും റെഡ് ബുൾ റേസിംഗും തമ്മിൽ പ്ലാൻ ചെയ്ത ഒരു കൊളാബറേഷന്റെ ഭാഗമായാണ് വാൽക്കറി പിറവിയെടുത്തത്. ഈ ഒരു പ്രൊജക്ട് AMRB 001 എന്ന പേരിൽ 2016 ലോഞ്ച് ചെയ്തു. റെഡ് ബുളിന്റെ തന്നെ ടെക്നിക്കൽ ഡയറക്ടറും അത് മാത്രമല്ല F1 ചരിത്രത്തിലെ തന്നെ ഒരു ലെജൻഡറി ഫിഗറുമായ അഡ്രിയാൻ ന്യൂയി ഡിസൈൻ ചെയ്തു എന്നതും വാൽക്കറിയുടെ പ്രത്യേകതയാണ്. റെഡ് ബുൾ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ F1 കാർസും ഡിസൈൻ ചെയ്തത് ഈ പറഞ്ഞ അഡ്രിയാൻ ന്യൂയി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എയറോഡൈനാമിക്സ് വെച്ചും പെർഫോമൻസ് വെച്ച് നോക്കിയാലും ആസ്റ്റൺ മാർട്ടിന്റെ പീക്ക് ടെക്നോളജി ഈ കാറിൽ നമുക്ക് കാണാൻ കഴിയും. ഫോർമുല 1 ടെക്നോളജി ഒരു റോഡ് ലീഗൽ കാറിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ കാർ. വെയിറ്റ് മാക്സിമം കുറച്ചുകൊണ്ട് പവർ ഫിഗേഴ്സ് കീപ്പ് ചെയ്യുന്നതിലും ഒരു കാറിനെ എയറോഡൈനാമിക്കലി എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആക്കാമെന്ന് വാൽക്കറിയിലൂടെ ന്യൂയി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. വാൽക്കറിയുടെ ഫുൾ ബോഡിയും കാർബൺ ഫൈബറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഹൈപ്പർ കാറുകളെക്കാൾ വെയിറ്റ് കുറവാണ് വാൽക്കറിക്ക്. ഇനി എയറോഡൈനാമിക്കലി നോക്കിയാൽ വാൽക്കറിയിൽ എയർ ഫ്ലോയ്ക്കായിട്ട് ഒരു വെന്റൗറി ടണൽ സിസ്റ്റം കാണാൻ കഴിയും. ഇത് സ്പോയിലേഴ്സ് ഇല്ലാണ്ട് തന്നെ എയർ ഫ്ലോ സ്മൂത്ത് ആക്കാനും ഒരു റേസ് കാറിൻ്റേതുപോലെ ഹൈ സ്പീഡിൽ ഡൗൺ ഫോഴ്സ് കീപ്പ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി എക്സോസ് സിസ്റ്റം നോക്കിയാൽ ഒരു F1 കാറിൻ്റെ പോലെ സെയിം പോയിന്റഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റ് എക്സോസ് സിസ്റ്റമാണ് വാൽക്കറിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നോർവേയൻ അല്ലെങ്കിൽ നോർസ് മിത്തോളജി പ്രകാരം ഒരു യുദ്ധത്തിൽ ആരും മരിക്കണം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അതുപോലെ തന്നെ യുദ്ധത്തിൽ ഹീറോയിക് ഡെത്ത് സംഭവിക്കുന്നവരെ ഓടിന്റെ വാൽഹലയിലേക്ക് എത്തിക്കുന്നത് വാൽക്കറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പവർഫുൾ ക്യാരക്ടറിന്റെ നെയിം കൂടെയാണ് ആസ്റ്റൺ മാർട്ടിൻ ഈ കാറിനായി സെലക്ട് ചെയ്തത്. വാൽക്കറിയുടെ എഞ്ചിൻ സ്പെക്സ് നോക്കിയാൽ 6.5 ലിറ്റർ V12 എഞ്ചിനാണുള്ളത്. ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് ബ്രിട്ടീഷ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കമ്പനിയായ കോസ്വർത്ത്. 1000 ഹോഴ്സ് പവറോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആണ് ഈ എഞ്ചിൻ. അതുകൂടാതെ ഹൈബ്രിഡ് സിസ്റ്റം വഴി എക്സ്ട്രാ ഒരു 160 ഹോഴ്സ് പവർ കൂടെ ആഡ് ആക്കാൻ സാധിക്കും. വാൽക്കറിക്ക് 0 to 100 എത്താൻ വെറും 2.6 സെക്കൻഡ്സ് മതി. പിന്നെ ടോപ്പ് സ്പീഡ് വരുന്നത് 402 km/h. പിന്നെ മറ്റുള്ള ഹൈപ്പർ കാർസിനൊക്കെ അപേക്ഷിച്ച് വാൽക്കറിക്ക് 11,100 RPM വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇന്റീരിയർ നോക്കിയാൽ ഒരു ടിപ്പിക്കൽ ആസ്റ്റൺ മാർട്ടിൻ കാറിൽ കിട്ടാവുന്ന ലക്ഷറി ഫീച്ചേഴ്സ് നമുക്ക് വാൽക്കറിയിൽ കാണാൻ കഴിയില്ല. ഒരു F1 കാറിലെ പോലെ കോക്പിറ്റ് ടൈറ്റും സ്പോർട്ടിയുമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡ്രൈവിംഗ് പൊസിഷൻ നോക്കിയാൽ ഒരു റിക്ലൈൻഡ് ഫീറ്റ് അപ്പ് പൊസിഷനാണ്. സ്റ്റിയറിംഗ് വീൽ ഒരു F1 റേസ് കാറിലെ പോലെ ഡിറ്റാച്ചബിളുമാണ്. കൺട്രോൾസ്, ഡിസ്പ്ലേ സ്ക്രീൻ എല്ലാം F1 ഇൻസ്പയർഡ് ആണ്. ഇനി വാൽക്കറിയിൽ റെയർ വ്യൂ മിററോ റെയർ വിൻഡോയോ സൈഡ് മിററോ ഒന്നുമില്ല. ക്യാമറാസ്, സെൻസേഴ്സ്, ഡിസ്പ്ലേ ഒക്കെ വഴിയാണ് സൈഡ് വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. വാൽക്കറിയുടെ പ്രൈസ് വരുന്നത് $3.5 million to $4 million ആണ്. അതായത് ഏകദേശം 30 കോടി മുതലാണ് വാൽക്കറിയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ്റ്റൺ മാർട്ടിൻ ഇതുവരെയും 275 യൂണിറ്റ്സ് വാൽക്കറീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 150 എണ്ണം സ്റ്റാൻഡേർഡ് വാൽക്കറികളായിരുന്നു. 85 എണ്ണം ബട്ടർഫ്ലൈ ഡോർ വരുന്ന വാൽക്കറി സ്പൈഡറും പിന്നെ ട്രാക്കിന് വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്ത ഒരു 40 വാൽക്കറി AMR പ്രോയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ വാൽക്കറിയെ കുറിച്ച് പറയാനുള്ളത്. എങ്ങനെയുണ്ട് ഈ കാർ? പൊളിയല്ലേ? വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ഇനിയും ഇതുപോലുള്ള കണ്ടന്റ്സിനായിട്ട് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേ. അപ്പോൾ ഡോണ്ട് മിസ് ദ ചെക്ക് എഞ്ചിൻ ജേർണി. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. 22 വർഷത്തിലധികമായി കാർ ഡീറ്റെയിൽ രംഗത്തെ കൊല്ലത്തെ നമ്പർ 1 ആണ് കാർ കെയർ. സെറാമിക്, PPF, ഗ്രഫൈൻ, ബോറോഫൈൻ, നാനോ ഡയമണ്ട് എന്നിങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും കാർ കെയറിൽ ലഭ്യമാണ്. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കാറിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നോക്കുന്നതെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് കാർ കെയർ.